പക്ഷം ഇലക്ഷനെ നേരിടേണ്ടി വരുന്നത് കൊണ്ടാണ് മതാധിപത്യം. ഈ മതത്തെ യഥാർത്ഥത്തിൽ 2-3 രീതിയിൽ നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് കളയുന്ന രീതിയിൽ മതവുമായിട്ട് ഡീൽ ചെയ്യാം. അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ കഴിയുന്നത്. മതത്തിനെതിരെ ഒരു ഡയലോഗ് പോലും സാധ്യമല്ല. ഉദാഹരണമായിട്ട് ഞാൻ ഈ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഇസ്ലാം തന്നെ എടുക്കാം. ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ പൊതുവിൽ എല്ലാവരും പറയുന്നത് അവരുമായിട്ട് യാതൊരു ചർച്ചയും അവർ ഒന്നും പറയില്ല, അവരെപ്പോൾ വേണേലും അത് ചെയ്ത് കളയും, ഭയങ്കര വികാരമുണ്ട്. സെബാസ്റ്റ്യൻ പോൾ ഒരിക്കൽ മംഗളം പത്രത്തിനകത്ത് എഴുതി, അത് ഇസ്ലാമുമായി ഉള്ള ഒരു വിമർശനമൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ കൂടെയൊക്കെ കരുതൽ വേണം, ജാഗ്രത വേണം. അന്നേരം മറ്റുള്ളവർക്ക് പിന്നെ ഞങ്ങളാരാ 2ാം കെട്ടിലുണ്ടായത്? അല്ല, സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണല്ലോ. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ കുറേ കൂടെ ജാഗ്രത ഇതൊക്കെ കാണിക്കുന്നത്, അതെന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്താ അവിടെ വരുന്നതെന്ന് അറിയാമോ? ഇസ്ലാമുമായിട്ട് ചർച്ചയൊന്നും പറ്റില്ല, ഒരു വളരെ ഇതാണ്. അങ്ങനെയൊന്നുമല്ല. ഇസ്ലാമിനെ അപ്പുറത്ത് മേശ ഇരുത്തിക്കൊണ്ട് ഇസ്ലാമിലെ തന്നെ ചിന്തിക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ വിചരിക്കാൻ കഴിയുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ന്യൂനപക്ഷം എല്ലാ മതത്തിലും ഉണ്ടാവും. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു സന്ദേശം മതത്തിലേക്ക് കടത്തിവിടണം, ഹാൻഡ് ഷേക്ക് ചെയ്യണം, ചർച്ച ചെയ്യണം. അല്ലാതെ അവരെ അവരെ തൊടാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അവരാകെ ഭയങ്കര പൊട്ടിത്തെറിയും, അങ്ങനെ ഒരു രീതി ശരിയാവില്ല. അങ്ങനെ ഒരു രീതി ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. മതമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് മാത്രമേ അതിനെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ മതം ഈ തന്നെ ബ്ലാസ്ഫമി ലോസ് വെച്ചുകൊണ്ട് ഒരു മതപരിഷ്കരണം നടത്തില്ല. ബ്ലാസ്ഫമി ലോ എന്ന് പറയുന്നത് അനീതമായി മതത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ക്രൂരമായിട്ടുള്ള അതിൻ്റെ മുഖത്തെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മതത്തെ തുറന്നു നോക്കുകയാണ് ചെയ്യുന്നത്. മതമായിട്ടുള്ള ഡയലോഗ് അതാണ് വേണ്ടത്. അല്ല, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ നമ്മൾ കരുതുന്നു, ബാക്കി ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീറ്റിംഗ് നടത്തുമ്പോൾ ഈ 2 രീതിയിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരു കർട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട് മീറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് ആ ഒരു മീറ്റിംഗ് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മീറ്റിംഗ് നടത്തരുത്, ഒരു വളരെ മോശം സന്ദേശം അത്. നിങ്ങളിപ്പോൾ ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ ഇതേ മീറ്റിംഗ് പിന്നെ നിങ്ങൾ നടത്തേണ്ടി വരും. നിങ്ങൾ ലിംഗനീതി സംബന്ധിച്ചുള്ള, ഇക്വാലിറ്റി സംബന്ധിച്ചുള്ള ഭരണഘടനാ തത്വങ്ങളെയും ഇന്നത്തെ മനുഷ്യൻ ലോകമെമ്പാടും ആർജിച്ചിട്ടുള്ള മാനവിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഒരു രീതിയാണ്. അങ്ങനെ ചെയ്യരുത്. പിന്നെ അതെല്ലാം ചെയ്തിട്ട് പിന്നെ പുറകോട്ട് പോകുന്നു, ഇലക്ഷൻ വരുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം.